വയനാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗിൽ ആവേശം കുറവ്. ഉച്ചയ്ക്ക് മുൻപ് 35% പോളിംഗ്. ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും ക്രമസമാധാന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത പോളിംഗ് നടക്കുന്ന ബൂത്തുകളിൽ പോലും രാവിലെ പോളിംഗ് കുറവായിരുന്നു. ആദ്യ 4 മണിക്കൂറിൽ 20% പോളിംഗ്. എന്നാൽ ഉച്ചയ്ക്ക് മുൻപ് 35% പോളിംഗ് രേഖപ്പെടുത്തി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം പോളിംഗിൽ ആവേശം കുറവാണ്. ബൂത്തുകൾക്ക് സമീപമുള്ള രാഷ്ട്രീയ പാർട്ടി കൗണ്ടറുകളിൽ പോലും പ്രവർത്തകരുടെ സാന്നിധ്യം കുറവായിരുന്നു. 10 മണിയോടെയാണ് പോളിംഗ് മെച്ചപ്പെട്ടത്. പോളിംഗ് കുറയുന്നത് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ ഇപ്പോൾ മുന്നണികൾ വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അതേസമയം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമരമ്പലം പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനാൽ അല്പസമയം പോളിംഗ് മുടങ്ങി. വഴിക്കടവ് പഞ്ചായത്തിലെ കാഞ്ഞിരത്തെങ്ങിലിൽ മദ്രസയിലെ 7-ാം നമ്പർ ബൂത്തിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പകരം ആളെ വെച്ച് പോളിംഗ് തുടർന്നു. മണ്ഡലത്തിലെ പ്രമുഖ വോട്ടർമാരെല്ലാം വോട്ട് രേഖപ്പെടുത്തി. PV അബ്ദുൽ വഹാബ് MP രാവിലെ 7 മണിയോടെ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. പ്രിയങ്ക ഗാന്ധിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ.